നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുഎഇയിൽ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അദ്ദേഹം പങ്കെടുക്കുന്ന വലിയ ഒരു പരിപാടിയാണ് യുഎഇയിൽ സംഘടിപ്പിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം അത് അഭിസംബോധന ചെയ്യുന്നതും ആയിരക്കണക്കിന് ജനങ്ങൾ മോദി മോദി എന്ന് വിളിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതുമൊക്കെ യുഎഇയിൽ നിന്ന് കണ്ട കാഴ്ചയാണ്. ഇപ്പോൾ ഇതാ മറ്റൊരു നിർണായക വിവരം പുറത്തു വരികയാണ്. ഒരു ഫോട്ടോ സുരേഷ് ഗോപി പങ്കുവച്ചിരിക്കുകയാണ്. അബുദാബിയിൽ നടക്കുന്ന അഹ്ലാൻ മോദി സമ്മേളനത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തുകൊണ്ടുള്ള ഫോട്ടോയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന ചിത്രം സുരേഷ് ഗോപി സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥനോടൊപ്പം കസേരയിലിരിക്കുന്ന ചിത്രമാണ് സുരേഷ് ഗോപി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. പുറകിൽ പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയിരിക്കുന്ന 10,000-കണക്കിന് ജനങ്ങളെയും ആ ചിത്രത്തിലൂടെ കാണുവാൻ സാധിക്കുന്നതാണ്. സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ 65,000 പിന്നിട്ടിരുന്നു. ഇതോടെ ഫെബ്രുവരി 2-നായിരുന്നു സംഘാടകർ ബുക്കിംഗ് അവസാനിപ്പിച്ചത്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും കുട്ടികളും സ്ത്രീകളും അടക്കം ധാരാളം പേർ പ്രധാനമന്ത്രിയെ കാണാൻ സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. എന്തായാലും സുരേഷ് ഗോപിയും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്ന് തന്നെ ആ ചിത്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അഹ്ലാൻ മോദി എന്ന പരിപാടിയിൽ സുരേഷ് ഗോപിയും പങ്കെടുത്തു. ആ മോദിയെ കാണാൻ യുഎഇയിലും സുരേഷ് ഗോപി ഓടിയെത്തി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വലിയ ജനത്തിരക്കായിരുന്നു സ്റ്റേഡിയത്തിന്റെ പരിസരത്തുണ്ടായത്. ഏകദേശം 3.5 ദശലക്ഷം ഇന്ത്യക്കാർ യുഎഇയിലുണ്ട്. 150-ലേറെ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു അഹ്ലാൻ മോദി സമ്മേളനം സംഘടിപ്പിച്ചത്. എന്തായാലും യുഎഇയിൽ പ്രവാസി ഇന്ത്യക്കാരെ മോദി അഭിസംബോധന ചെയ്തു. മലയാളത്തിലും മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും അദ്ദേഹം സംസാരിച്ചു. ഭാരത് യുഎഇ ദോസ്തി സിന്ദാബാദ് എന്ന് പറഞ്ഞായിരുന്നു തന്റെ പ്രസംഗത്തിന് മോദി തുടക്കമിട്ടത്. നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നുവെന്നും ജന്മനാടിന്റെ മധുരവുമായാണ് താൻ യുഎഇയിൽ എത്തിയതെന്നും ഇന്ത്യ യുഎഇ സൗഹൃദം നീളാൽ വാഴട്ടെയെന്നും മോദി പറഞ്ഞു. യുഎഇ പ്രസിഡന്റിനെ സഹോദരൻ എന്നാണ് മോദി വിശേഷിപ്പിച്ചത്. മലയാളത്തിലും മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും സംസാരിച്ചു അദ്ദേഹം. പിന്നാലെ അറബിയിലും ഹിന്ദിയിലും അദ്ദേഹം പ്രസംഗിച്ചു. അറബിയിൽ സംസാരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഉച്ചാരണത്തിൽ തെറ്റുണ്ടാകാമെന്നും മോദി പറഞ്ഞു. 2019 യുഎഇയുടെ പരമോന്നത ബഹുമതി നൽകി യുഎഇ തന്നെ ആദരിച്ച കാര്യം അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിച്ചു. ഇത് എനിക്കുള്ള ബഹുമതിയല്ല, ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾക്കുള്ളതാണെന്നും മോദി ചൂണ്ടിക്കാണിച്ചു. ഷെയ്ഖ് മുഹമ്മദിനെ കാണുമ്പോഴെല്ലാം ഇന്ത്യൻ ജനതയെക്കുറിച്ച് എന്നും പ്രശംസിക്കാറുണ്ട്. ഇന്ത്യ യുഎഇ ബന്ധം ഓരോ ദിവസവും ദൃഢമായി കൊണ്ടിരിക്കുകയാണ്. അബുദാബിയിൽ ക്ഷേത്രം വിശ്വാസികൾക്ക് സമർപ്പിക്കാനുള്ള ചരിത്ര മുഹൂർത്തമാണ് വന്നെത്തിയിരിക്കുന്നത്. ഇന്ത്യ യുഎഇ ദൃഢബന്ധം വ്യക്തമാണെന്നും നരേന്ദ്രമോദി യുഎഇയിൽ പറയുകയുണ്ടായി. മാത്രമല്ല, രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ 6 മാസം ചിലവഴിച്ച യുഎഇ ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദിയെ അദ്ദേഹം അഭിനന്ദിക്കുകയുണ്ടായി. ഇന്ത്യയുടെ 3ാമത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യുഎഇ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യയുടെ 7ാമത്തെ വലിയ നിക്ഷേപകരാണ് അവർ. മാത്രമല്ല, 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുമെന്ന ആ ഒരു പതിവ് വാഗ്ദാനം അദ്ദേഹം അവിടെയും ആവർത്തിച്ചു. മാത്രമല്ല, തൃശ്ശൂരിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം മോദിയുടെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം യുഎഇയിലെ പ്രസംഗത്തിലും അദ്ദേഹം മോദിയുടെ ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി. 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യയെ മാറ്റുമെന്നും ഇതാണ് 3ാം മോദി സർക്കാരിന്റെ ഉറപ്പെന്നും നിങ്ങളുടെ ദുരിതം തീർക്കാൻ കഠിനാധ്വാനം ചെയ്യുകയാണ് എന്നതടക്കമുള്ള വലിയ വാഗ്ദാനങ്ങളും വാക്കുകളുമാണ് പ്രധാനമന്ത്രി യുഎഇയിൽ പ്രസ്താവിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.